അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എറണാകുളം മറൈൻ ഡ്രൈവിലാണ് കേട്ടോ. ഇവിടെ എത്തിയാൽ പിന്നെ ബോട്ട് യാത്ര ചെയ്യാതെ തിരിച്ചു പോരാൻ പറ്റില്ലല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങൾ എന്തായാലും ബോട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികളെയും കൂടെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ നല്ല രസകരമായിട്ടുള്ളൊരു യാത്ര തന്നെ കേട്ടോ. ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ വല്ലാത്തൊരു അനുഭവമാണ്. കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. വലിയ കപ്പൽ, അതുപോലെ പാലസ്, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ യാത്ര ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഇങ്ങനെ ദൂരത്തിനനുസരിച്ചാണ് ഇവർ കാശ് വാങ്ങുന്നത്. അരമണിക്കൂർ 100 രൂപ, 3/4 മണിക്കൂർ 150. ഞങ്ങൾ എന്തായാലും 3/4 മണിക്കൂർ യാത്ര ചെയ്തു കേട്ടോ. അപ്പോൾ വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോയത് ഹിൽ പാലസിലാണ്. അവിടെയും കുറേ കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. അവിടെ കുറേ നടന്ന് കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മളെ വീഡിയോസ് എടുക്കാനൊന്നും സമ്മതിക്കൂല. ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ സമ്മതിക്കൂല അവർ. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് ഫോട്ടോസും വീഡിയോസും ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും അവിടുന്ന് തിരിച്ച് വന്നതിൻ്റെ ശേഷമാണ് ഞങ്ങളിവിടെ മറൈൻ ഡ്രൈവിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആരുണ്ടാവില്ല അല്ലേ. യാത്ര പോകാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 2 ദിവസം മുമ്പ് ഉറക്കം ഉണ്ടാവില്ല. എവിടേക്കും പോകാണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ, ഉറക്കം വരില്ല. ഇതിപ്പോൾ 5:30 മണിക്കാണ് ഞങ്ങൾ രാവിലെ ഇവിടുന്ന് പോയത്. രാത്രി 1:30ക്കാണ് തിരിച്ചെത്തിയത്. 3 മണിക്ക് തന്നെ എണീറ്റിട്ടുണ്ട്. കാരണം 3 മണിക്ക് എണീറ്റാലേ നമുക്ക് എല്ലാ സാധനങ്ങളും റെഡിയാക്കി, പിന്നെ കുട്ടികളും കൂടി കൂടെ ഉണ്ടെങ്കിൽ പറയും വേണ്ടല്ലോ. അവരെ കുളിപ്പിക്കലും അവരെ ഒരുക്കലും നമ്മൾ റെഡിയാവലും ഒക്കെ ആകുമ്പോഴേക്ക് 5:30ക്ക് നമുക്ക് ആ പറഞ്ഞ സ്ഥലത്ത് എത്തണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 5:20 ആകുമ്പോഴേ നമ്മൾ റെഡിയായി ഇറങ്ങുള്ളൂ. എന്നാലും നമുക്ക് തീരൂലല്ലോ എത്ര സമയം ഇപ്പോൾ കിട്ടിയാലും. പിന്നെ അന്നാണെങ്കിൽ നമുക്ക് ഉറക്കം ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പറയാട്ടോ, എങ്ങോട്ടെങ്കിലൊക്കെ പോവാണ്ടെങ്കിൽ ഉറക്കം തന്നെ വരൂല. എത്ര ഉറക്കമുണ്ടെങ്കിലും ഇങ്ങനെ ഉണർന്ന് നോക്കും, ടൈം അയക്കണോ. അലാറം വെച്ചാലും ഒരു പേടിയാണ്, അറിയാതിരിക്കുമോ, പോകാൻ പറ്റൂലേ, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടാവില്ല നമുക്ക്. പിന്നെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നല്ല ഹാപ്പി ആയിട്ടാണല്ലോ പോവുക. കാരണം നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ സമയം തന്നെയാണ്. പിന്നെ രാത്രി 1:30ക്കാണല്ലോ വന്നത്. നല്ല ഉറക്കം കണ്ട് ഉറങ്ങിയിട്ടോ. രാവിലെ പിന്നെ സൺഡേ ആയതുകൊണ്ട് മക്കൾക്കൊന്നും സ്കൂൾക്ക് പോകാനില്ലല്ലോ. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കം കണ്ട് ഉറങ്ങി. ആ ക്ഷീണമൊക്കെ ഉണ്ട് നല്ലോണം മാറ്റി. പിന്നെ അത് മാത്രമല്ല, പോയി വന്നതിൻ്റെ ശേഷം നമുക്ക് ഒരുപാട് ജോലി ഉണ്ടാവും. ആ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അന്ന് 3 മണിക്ക് എണീറ്റ് ഒരുങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ സാധനങ്ങളൊക്കെ അതിൻ്റെ സ്ഥാനത്ത് വെക്കലും പിന്നെ അലക്കലും അതങ്ങോട്ട് റെഡിയായി വരണമെങ്കിൽ പിന്നെ 2 ദിവസം എടുക്കും. അപ്പോൾ യാത്ര പോകുന്നവരവസ്ഥയൊക്കെ ഇതായിരിക്കും. എന്നാലും നമ്മൾ യാത്ര പോവാതിരിക്കൂലല്ലേ. എത്ര ബുദ്ധിമുട്ടിയാലും നമുക്ക് യാത്ര പോവാന്ന് പറയണം അത്ര ഒരു മനസ്സിക്ക് സന്തോഷമുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ച് അങ്ങനെ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകണമെങ്കിൽ ഇഷ്ടമാണ്. പിന്നെ രാത്രിയിൽ യാത്ര പോകാറുണ്ട് അതിലേറെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ യാത്രകൾ ഇങ്ങനെ പോകുമ്പോൾ കുറേ നമ്മളെ മൈൻഡ് റിലാക്സ് ആവും. ഒരു മനുഷ്യനായാൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവും. നമുക്ക് അങ്ങനെയാണല്ലോ അല്ലേ, ജീവിതത്തിൽ സന്തോഷങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണല്ലോ നമ്മളെ ജീവിതം. അപ്പോൾ നമ്മളെ മൈൻഡ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ, പ്രയാസം ഉണ്ടെങ്കിൽ നമ്മളെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാനും കൂടി നല്ലതാണ് ഒരു യാത്ര പോവുക. ഒരുമിച്ച് ഫാമിലിയിൽ നിന്ന് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിക്കോട്ടെ, ഒന്ന് എൻജോയ് ചെയ്ത് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലുള്ള ഒരുപാട് പ്രയാസങ്ങളോട് നീങ്ങിപ്പോകും. മൈൻഡിൽ ഇങ്ങനെ ആരോടും പറയാതെ കെട്ടിക്കിടക്കുന്ന കുറേ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഫീലിംഗ് ഒക്കെ ഒന്നാണ് മാറിക്കിട്ടും അല്ലേ. എനിക്ക് അങ്ങനെ തോന്നട്ടോ. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഒരു മുറിയിലിരുന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കുക നമ്മൾ. അല്ലെങ്കിൽ ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൂടിപ്പോകും. പണ്ടൊക്കെ ആയിരുന്നു ആരും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാതൊക്കെ ഇരിക്കും. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം എല്ലാവരും യാത്രകളും പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കലും എല്ലാവരും റിലാക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇങ്ങനെ റിലാക്സ് ചെയ്യുക, യാത്ര പോകാന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ വീട്ടിലിങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കുമ്പോൾ ഇപ്പോൾ സ്ത്രീകളെ കുറിച്ചാണ്. പുരുഷന്മാർ പിന്നെയും പുറത്തിറങ്ങി പോകുന്നുണ്ടല്ലോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ടാവും. വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വീട്ടു ജോലിയൊക്കെ ചെയ്ത് രാവിലെ എണീക്കുക, വീട്ടിലത്തെ ജോലി ചെയ്യുക, പിന്നെ കിടന്നുറങ്ങുക, രാവിലെ ആവുക, അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ കൂട്ടിയിട്ട് നമ്മളൊരു യാത്ര പോവുക, അവരെയും കൂടി എൻജോയ് ചെയ്യിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡ് കുറേ റിലാക്സ് ആവും.